ബി ബാലഗോപാൽ ചേരുകയാണ്. ബാലഗോപാൽ, ഈ വിമാന ദുരന്തത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സിവിൽ ആശുപത്രിയിലേക്ക് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും മാറ്റിയോ? മരണസംഖ്യ സംബന്ധിച്ച് ഇനിയും ആശങ്കകൾ നിലനിൽക്കുകയാണോ? 110 എന്ന നമ്പറിലും അധികരിക്കാനുള്ള സാധ്യത തന്നെയാണോ? വിവരമനുസരിച്ച് ഈ മരണസംഖ്യ ഇനിയും ഉയരുവാനാണ് സാധ്യത. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന്, അതായത് നേരത്തെ കരുതിയിരുന്നത് ഈ വിമാനത്തിലുള്ളവർക്ക് മാത്രമാണ്, വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നവർക്ക് മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് എന്നതാണ്. പക്ഷേ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച്, അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ തകർന്നു വീണ സ്ഥലത്ത് ഉണ്ടായിരുന്നവരിൽ ചിലർക്കും കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നതാണ്. ഈ അഹമ്മദാബാദിലെ സമീപത്തുള്ള BG മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ മെസ്സിലാണ് ഈ വിമാനത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഉച്ച സമയത്തായിരുന്നു ഈ അപകടമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികളും മറ്റും ഭക്ഷണം കഴിക്കുന്ന, മെഡിക്കൽ വിദ്യാർത്ഥികളും മറ്റും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ സമയം അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഹോസ്റ്റലിൻ്റെ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ പുറത്തു വരുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഹോസ്റ്റലിന് കാര്യമായ തോതിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർക്കെങ്കിലും ഗുരുതരമായ പരിക്കുകളൊക്കെ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് അത്യന്തം ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഏതായാലും ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ പുറത്തു നിന്നുള്ളവരെ പോലീസ് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. കാരണം നേരത്തെ നമ്മുടെ മാതൃഭൂമിയുടെ ലേഖകൻ ഉൾപ്പെടെ പറഞ്ഞതുപോലെ തന്നെ ആ പ്രദേശത്തേക്കുള്ള വാഹന ഗതാഗതവും മറ്റും പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആ മേഖലയിലേക്ക് ആർക്കും ഇതുവരെ എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ പ്രാദേശിക മാധ്യമങ്ങളും മറ്റും പറയുന്നതനുസരിച്ച് ഈ അപകടം നടന്ന സ്ഥലത്തുള്ള ചിലർക്ക് കൂടി, അതായത് ഈ BG ഹോസ്റ്റലിലെ ആ സമയത്തുണ്ടായിരുന്ന ചിലർക്ക് കൂടി ഈ അപകടത്തിൽ കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്ക് ഈ ആശുപത്രികളിൽ നിന്നുള്ള ദൃശ്യവും ലഭ്യമാണ്. ഈ പരിക്കേറ്റ പലരെയും ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പലരുടെയും നില, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന പലരുടെയും നില വളരെ ഗുരുതരമാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാനി ഉൾപ്പെടെ ഉള്ളവരുടെ ആരോഗ്യനില വളരെ ഗുരുതരമായ നിലയിൽ തുടരുകയാണ്. ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. വിമാനത്തിൽ ഉള്ളവർക്ക് പറ്റിയതിന് ഇപ്പോൾ ദൃശ്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആ വിമാനം പൂർണ്ണമായും കത്തിയമരുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ 80% ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു, ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നാണ് ഒരു അറിയിപ്പ് നേരത്തെ ലഭ്യമായത്. അതിനപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി എങ്ങനെയുണ്ട്? ഈ രക്ഷാപ്രവർത്തനം വളരെ കാര്യമായ തോതിൽ നടക്കുന്നുണ്ട് എന്നാണ് ഈ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സർക്കാർ തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. നേരത്തെ അവിടെ NDRFന്റെ പ്രത്യേക സംഘത്തിനെ അയക്കുവാൻ വേണ്ടി അമിത്ഷാ നിർദ്ദേശിച്ചിരുന്നു. അഹമ്മദാബാദിലും ഗാന്ധിനഗറിലും ഉണ്ടായിരുന്ന NDRF സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് പുറമെ ഗുജറാത്ത് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഗുജറാത്തിന്റെ ഈ ഭരണ സ്ഥിരാകേന്ദ്രമായ ഗാന്ധിനഗറിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം ചെയ്യുന്നതിന് ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ വിമാനം ഈ തകർന്നു വീണപ്പോൾ പല ഭാഗങ്ങളും പല പ്രദേശങ്ങളിലാണ് തകർന്നു വീണതെന്ന് വേണം കരുതേണ്ടത്. കാരണം ഒരു ഭാഗം നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാമായിരുന്നു, ഒരു തുറസായ സ്ഥലത്തായിരുന്നു വീണിരുന്നത്. പക്ഷേ പിന്നീട് ലഭിക്കുന്ന വിവരമനുസരിച്ചാണ് ഈ വിമാനത്തിൻ്റെ ടെയിൽ ഭാഗം, അതായത് പിൻഭാഗം ഈ BG മെഡിക്കൽ കോളേജിന്റെ മെഡിക്കൽ ഹോസ്റ്റലിലെ മെസ്സിൽ പോയി വീണിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് ഒരുപക്ഷെ ഈ അപകടത്തിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന പുതിയ വിവരമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കാരണം ഈ വിമാനത്തിൽ വീണ സ്ഥലത്ത് ഈ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അവരുടെ മെസ്സായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഉച്ച സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി പേർ ഈ ഭക്ഷണവും മറ്റും കഴിക്കുന്നതിന് അവിടെ എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ കോളേജിന്റെ അധികൃതരിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ ഔദ്യോഗിക ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പ് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ മരണസംഖ്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിനേക്കാളും കൂടുവാനാണ് സാധ്യത. ബാലഗോപാൽ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ BJ ഹോസ്പിറ്റലിന്റെ മെസ്സാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ വലിയ കാഷ്വാലിറ്റി ഒന്നും അവിടെ ഇല്ലായിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വരുമ്പോൾ വലിയ ആശങ്കയാണ്. ദൃശ്യങ്ങൾ വരുമ്പോൾ ആ വിമാനം ഇടിച്ച് ആ നിലയിലേക്ക് താഴുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്.
അപ്പോൾ അവിടെ ഉച്ചസമയമായതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടേക്ക് എത്തിയിരിക്കാം. സ്വാഭാവികം ഇതൊക്കെ നമ്മുടെ അനുമാനങ്ങളാണ്, ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണം, വ്യക്തത വേണം. അപ്പോൾ ദൃശ്യങ്ങൾ പ്രകാരമാണെങ്കിൽ കാഷ്വാലിറ്റിയുടെ തോത് ഈ പറഞ്ഞ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെ അപ്പുറത്തേക്ക് ഉയർന്നേക്കാം. തീർച്ചയായും അതിന് അപ്പുറത്തേക്ക് ചിലർക്കെങ്കിലും ഗുരുതരമായ പരിക്കേറ്റിരുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഈ ദൃശ്യങ്ങളിൽ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നത് ഈ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ പല ഭാഗങ്ങളിലായി ചെന്ന് വീണിരിക്കുന്നു എന്നതാണ്. ഒരു ഭാഗം അതായത് ടെയിൽ പാർട്ട് ഈ ബസ് നിന്നിരുന്ന കെട്ടിടത്തിൻ്റെ 5 നില ഉയരമുള്ള ആ കെട്ടിടത്തിൻ്റെ മുകളിലാണ് പതിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റു ചില ഭാഗങ്ങൾ തൊട്ടടുത്ത കോമ്പൗണ്ടിലുള്ള മതിലിന് സമീപത്ത് കിടക്കുന്നത് നമുക്ക് കാണാം. ഇതിന് പുറമെ മറ്റൊരു കുറേ ഭാഗങ്ങൾ, അതായത് ഈ ചിന്നിച്ചെറിയ ഭാഗങ്ങളിൽ ചില കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ വീണിരിക്കുന്നത് ഒരു തുറസായ സ്ഥലത്താണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ആ പ്രദേശത്ത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതപ്പെടേണ്ടത്. ഈ തുറസായ സ്ഥലത്ത് വീണതല്ല, മറിച്ച് ഈ കെട്ടിടത്തിൻ്റെ മുകളിലുമൊക്കെ വീണ ഈ അവശിഷ്ടങ്ങളും മറ്റും വീണ കെട്ടിടത്തിനുമൊക്കെ സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന ഈ കോളേജിലെ ഒരു വിദ്യാർത്ഥിയുടെ അമ്മ വാർത്താ ഏജൻസിയോട് പറയുന്നത്, എൻ്റെ മകൻ ഹോസ്റ്റലിൽ എത്തിയിരുന്നു ഈ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അവനോട് ഞാൻ സംസാരിച്ചു. 2ാമത്തെ നിലയിൽ നിന്ന് ചാടി അവൻ രക്ഷപ്പെട്ടു. കുറച്ച് പരിക്കുകളുണ്ട്, ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ട ഒരു കാര്യം, ഹോസ്റ്റലിൽ ആ സമയത്ത് ഉച്ചഭക്ഷണ സമയത്തേക്ക് വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ കുറച്ച് ആളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അത് എത്രമാത്രം വ്യാപ്തി ഉള്ളതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ? അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവർക്ക്, അതായത് ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരിൽ പലർക്കും പരിക്കേറ്റിരുന്നു എന്ന് വേണം കരുതേണ്ടത്. കാരണം ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിൻ്റെ ഒരു ടേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഗുജറാത്ത് പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ സ്ഥിരീകരിച്ചുകൊണ്ട് കോട്ട് ചെയ്തുകൊണ്ട് അവർ പറയുന്നത്, ദ ബിൽഡിംഗ് ഓൺ വിച്ച് ഇറ്റ് ഹാസ് ക്രാഷ്ഡ് ഇസ് എ ഡോക്ടേഴ്സ് ഹോസ്റ്റൽ എന്ന് ഔദ്യോഗികമായി ഗുജറാത്ത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതാണ്ട് 70 മുതൽ 80% പേരെയും ആ പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നും ഇതിൽ ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരെ ഉടൻ തന്നെ ആ പ്രദേശത്ത് നിന്ന് മാറ്റുമെന്നാണ് ഇപ്പോൾ ഈ റോയിട്ടേഴ്സിൻ്റെ ഈ വാർത്ത ഈ ടേക്കിൽ പറയുന്നത്. തുടർന്ന് റോയിട്ടേഴ്സിന് പറയുന്നുണ്ട് 30 മുതൽ 35 മൃതദേഹങ്ങൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന്, അതായത് ഈ വിമാനം തകർന്നു വീണ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക്, അഹമ്മദാബാദിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. അതും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മോർ പീപ്പിൾ ആർ സ്റ്റിൽ ട്രാപ്ഡ് എന്നാണ് റോയിട്ടേഴ്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരമനുസരിച്ചാണ്, റോയിട്ടേഴ്സിൻ്റെ ഏറ്റവും പുതിയ ടേക്ക് അനുസരിച്ച് കൂടുതൽ പേർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിൽ ഉള്ളിലുള്ളവരും അതുപോലെ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന, അതായത് ഈ ഹോസ്റ്റലിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നവരുടെ കാര്യമാണോ പറയുന്നത് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ വിമാനം തകർന്നു വീണിരിക്കുന്നത് ഒരു മെഡിക്കൽ ഹോസ്റ്റലിലാണ്, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലാണ് എന്ന കാര്യം ഗുജറാത്ത് പോലീസ് ഇപ്പോൾ രാജ്യാന്തര വാർത്താ ഏജൻസി വീണത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നു. ഹോസ്റ്റൽ കെട്ടിടം പൂർണ്ണമായും തകർന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്.